ഇന്ന് ആരൊക്കെയോ ഈ സമയം എൻ്റെ ദൈവമേ ഞാൻ എന്താകും, ഏതാകും, എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ എന്താകും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഈ ഉച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ സകല പ്രശ്നങ്ങളെയും ഈശോ കുരിശിലൂടെ എടുത്ത പ്രവൃത്തിയിലൂടെ നോക്കും. നിങ്ങൾക്ക് ആരുമില്ലായിരിക്കാം, പക്ഷെ ഈശോ ഉണ്ടോ? നിങ്ങൾ ഒറ്റപ്പെടുന്നതായിരിക്കാം, ഈശോ ഉണ്ടോ? ആളറിയാത്ത കാര്യത്തിന് അപമാനം ഏറ്റവും വേദനകളുണ്ടോ? അത് ഏത് ടൈപ്പ് വേദനകളാവട്ടെ, അവിടെ നിന്ന് ഈശോ പറയുന്നു, ടെറ്റലസ്റ്റായ സകലവും ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അത് ഏത് രോഗമാവട്ടെ, ഏത് ശാപദുരിതങ്ങളാവട്ടെ, ഏത് പ്രതിസന്ധി ആവട്ടെ, എന്ത് ദുരിതമാവട്ടെ, നീ ഇരിക്കുന്നിടത്ത് ഒന്ന് കണ്ണടച്ചിട്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ഭാരങ്ങളെ മുഴുവനും ഞാൻ ഈശോ കുരിശിൽ വഹിച്ചതുകൊണ്ട്, ഞാൻ ഈശോയുടെ കയ്യിൽ തന്നുകൊണ്ട്, ഞാൻ ഈ സമയം എൻ്റെ സകല ഭാരത്തെ, എൻ്റെ രോഗത്തെ, എൻ്റെ ഒറ്റപ്പെടൽ, എൻ്റെ വേദനകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നിങ്ങൾ ശക്തി പ്രാപിച്ചു നിന്നേ. ആ കുരിശിതനായ ഈശോയിലെ ആ ശക്തി പ്രാപിക്കുകയേ ഉള്ളൂ. ആരുമില്ലായിരിക്കാം, കൂടെ നിന്നവർ, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ എല്ലാം, ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പോലും ഇല്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ തെളിയിക്കപ്പെടുന്നൊരു ക്രിസ്തുവുണ്ട്. ആ തെളിയിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ പേരാണ് ഈശോ. ഈശോ ഇവിടെ പറയുന്നു, നീ പുറത്തിറങ്ങി വരുമെന്നാണ്. നീ ഉന്നതങ്ങളിലേക്ക് പുറത്തിറങ്ങി വരും. നീ ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ? എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്ത് വേദന ചിന്തിക്കുന്നുണ്ടോ? ഒന്ന് ഞാൻ പറയാം, ഈശോയുടെ മുമ്പിലാണോ നീ നിൽക്കുന്നത്? നീ ഒറ്റയ്ക്കാണോ? നിന്നോ. കൂടെ ഇടത്തും വലതും ആരുമില്ല, നിന്നോ. ഈശോയ്ക്ക് വേണ്ടിയാണോ? പുറത്തിറങ്ങി വരിക തന്നെ ചെയ്യും. നീ ജയാളിയായി പുറത്തിറങ്ങി തന്നെ വരിക തന്നെ ചെയ്യും. ആരെല്ലാം ഞെരുക്കം വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് പീഡന വന്നാലും, ആരുമില്ലാന്ന് കേട്ടാലും, എൻ്റെ ഈശോയിൽ ആണ് ഞാൻ സന്തോഷിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വചനം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ഈശോയിലാണ് മാത്രം വയ്ക്കുന്നുള്ള ബോധ്യത്തിൽ കയറി വന്നിട്ട് നീ ഉള്ളു തുറന്നൊന്ന് പറ, എൻ്റെ ദൈവം അല്ലാതെ വേറെ ആരുമില്ലെന്ന് പറ, എൻ്റെ യേശു ഇല്ലാതെ വേറെ ആരുമില്ലെന്ന് പറ. അവിടെ തുടങ്ങുന്നു നിൻ്റെ വിശ്വസ്തത, അവിടെ തുടങ്ങുന്നു നിൻ്റെ അഭിഷേകം. വചനം വ്യക്തമായി പറയുന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിന് 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് നിന്റെ മനസ്സ് പുതുക്കുക. ആരും ഇല്ലാന്ന് തോന്നുന്നിടത്ത് എല്ലാവരും ഉണ്ടെന്നുള്ളൊരു മനസ്സ് പുതുക്കി പുറത്തു പോവാ. എന്തോ ആവട്ടെ, ഏതോ ആവട്ടെ, നീ പുറത്തിറങ്ങി വരികയില്ല ചെയ്യുന്നേ. ഈ ലോകം പറയുന്നു ആരുമില്ലാന്ന്, പക്ഷെ യേശു പറയുന്നു എല്ലാവരും ഉണ്ടെന്ന്. ഈ ലോകം പറയുന്നു തള്ളിക്കളഞ്ഞുവെന്ന്, ഈ യേശു പറയുന്നു ഞാൻ നിന്നെ ചേർത്ത് വച്ചിരിക്കുന്നു. ഈ ലോകക്കാരെ പോലെ നീ ആവരുത്, പക്ഷെ ഈ ലോകക്കാരെ പോലെ ആവാൻ എന്നെ അനുവദിക്കുന്നില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്നെ വിളിച്ചവൻ്റെ അഭിഷേകം വിശ്വസ്തനാണ്. അതുകൊണ്ട് നീ നിൽക്കുന്നിടത്ത് മിണ്ടാതെ നിന്നോ. വേറൊരു തലത്തട്ടിലേക്ക് ദൈവം നിന്നെ ഉപയോഗിക്കും. ഒറ്റയ്ക്കാണോ? നിന്നോ. രോഗപീഡനമാണോ? വിട്ടുകളാന്ന് പറ. ഈ സമയം നിങ്ങളിരിക്കുന്നിടത്ത് നിങ്ങൾ ആശ്വാസപ്പെടുത്തുന്ന ഒരു അഭിഷേകം ഇറങ്ങി വരുന്നു, സമാധാനമാക്കുന്ന അഭിഷേകം ഇറങ്ങി വരുന്നു. ക്രിസ്തുവിൻ്റെ ജീവനിൽ നിന്നുകൊണ്ട് നീ നാവെടുത്ത് പറ, ഞാൻ ജയാളിയായി പുറത്തു വരുമെന്ന് പറ. ഒറ്റയ്ക്കല്ല, ഞാൻ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു കൂടം സമൂഹം എഴുന്നേറ്റ് വരുമെന്ന് നീ ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അത് സംഭവിക്കത്തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു വലിയ ക്രൗഡിലേക്ക് നീ നീങ്ങാൻ നിന്നെ ദൈവം ഉപയോഗിക്കാൻ സമയമായി. വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കാനുള്ള ടൈമായി. പുതിയൊരു അഭിഷേകത്തിൽ നിന്നെ പുറത്തിറക്കിക്കൊണ്ടുവരാൻ ഈശോ ഇവിടെ റെഡിയാണ്. നീ റെഡിയാണോ? നിന്നിലൂടെ അത്ഭുതം ചെയ്യാൻ ഈശോ റെഡിയാണ്. നീ റെഡിയാണോ? നീ ഇറങ്ങിക്കോ. നീ പുറത്ത്, നീ ഒറ്റയ്ക്കല്ല, നീ കർത്താവുമായുള്ള ബന്ധത്തിൽ കയറി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ജയിക്കാൻ വിളിക്കപ്പെട്ട മകനാണ്. നീ ഒന്നിലും ഒതുങ്ങരുതേ. ഒതുങ്ങാനല്ല,
ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങാനാണ് നിന്നെ ഈശോ വിളിച്ചിരിക്കുക. അതുകൊണ്ട് ഈ സമയം ജയിക്കാൻ വിളിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറ, ക്രൂശിതനായ ഈശോയെ, ഞാൻ ജയാളിയായി പുറത്തു വരുവാനാണ്, ജയിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, അനുഗ്രഹം പ്രാപിക്കുവാനാണ് എന്നെ വിട്ടിരിക്കുന്നത് ഒറ്റ വാക്കിൽ ഒറ്റപ്പെടരുതേ. ഒറ്റപ്പെടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ തേടിക്കോ. വേദന വരുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ തേടിക്കോ. എന്ത് വന്നാലും കർത്താവിനെ പിടിച്ചോ. ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ പിടിച്ചോ. വേറെ ഒന്നുമില്ലെന്നേ. നീ അനുഗ്രഹമാണ്. നിന്നെ വിളിക്കപ്പെട്ട അനുഗ്രഹത്തിന്. ഗോഡ് ബ്ലസ് യു. ആമേൻ.